അതിനോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നതിന് മുൻപന്തിയിലാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പ്രവർത്തനം ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് അറിയാം, ഈ വലിയ ഭയാനകമായിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറുകയാണ്. ആ കാലാവസ്ഥ മാറുമ്പോഴും ഈ കാലാവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരാറുകളിൽ നിന്നും മുതലാളിത്തവും കോർപ്പറേറ്റുകളും ഒക്കെ പിന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിൽക്കുന്നത്. ഇടതുപക്ഷ നയങ്ങൾ മാത്രമാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ഒക്കെ ലോകത്ത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ തണ്ണീർപ്പന്തൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിധി ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്ന് അത് പറയാൻ കാരണം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഫാസിസത്തിനെതിരായി ലോകം വിജയം നേടിയ ദിവസമായിട്ട് ലോകമാകെ ആചരിക്കുന്ന ദിവസമാണ് മെയ് മാസം 9-ാം തീയതി. ജർമ്മനിയുടെ ഹിറ്റ്ലറിൻ്റെ ഫാസിസ്റ്റ് നടപടിക്കെതിരായി ജർമ്മനി പൂർണ്ണ പരാജയം സമ്മതിച്ചുകൊണ്ട് കീഴടങ്ങൾ പ്രഖ്യാപിച്ചത് 1945 മെയ് മാസം 8-ാം തീയതി രാത്രി 12 മണിക്കാണ്. ഹിറ്റ്ലർ നേതൃത്വത്തിലുള്ള ജർമ്മനി ഹിറ്റ്ലറുടെ മരണത്തെ തുടർന്ന് സോവിയറ്റ് റഷ്യയുടെ ചെമ്പടയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയിട്ടുള്ളത് എന്നുള്ള ഓർമ്മ നമുക്ക് ഈ ദിവസം ഉണ്ടാവണം. അത് പറയാൻ കാര്യം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് നടപടികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന RSSൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾ ഒക്കെ കൂടുതൽ ആധിപത്യം ഭരിക്കുന്ന തരത്തിലേക്ക് ദേശീയ തലത്തിലൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് മതനിരപേക്ഷത പിടിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള നയ സമീപനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സംസ്ഥാന ജീവനക്കാരും ഇതര ജനവിഭാഗങ്ങളും ഒന്നാകെ നമ്മൾ എങ്ങനെയാണോ കോവിഡിനെ പ്രതിരോധിച്ചത്, എങ്ങനെയാണോ നിപ്പയെ പ്രതിരോധിച്ചത്, അതുപോലെ തന്നെ ഇത്തരം നയസമീപനങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധം കൂടി കൂടുതൽ ശക്തമായി തീർക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരം നോർത്ത് സൗത്ത് ജില്ലാ കമ്മിറ്റികളുടെ ഭാരവാഹികളും സഹാക്കളും എല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് സുരേഷ് ബാബു, പ്രസിഡന്റ് സഹാവ് സന്തോഷ്, നോർത്ത് സംസ്ഥാന സെക്രട്ടറി സഹാവ് ശരത്ചന്ദ്രലാൽ, നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് സജി സതീശീലൻ, മറ്റ് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ഇതര ഭാരവാഹികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മുടെ ഈ തണ്ണീർപ്പന്തലിൻ്റെ ഉദ്ഘാടനം